അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ വീണ്ടും പ്രതിഷേധത്തിൽ. ജില്ലാ ഭരണകൂടത്തിനെതിരെ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ രംഗത്ത്. അപകടം നടന്ന സ്ഥലത്ത് കുത്തിയിരിപ്പ് സമരവുമായി ദുരന്തബാധിതർ. പുനരധിവാസം പാളിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. രാഹുൽ, കുറച്ചു ദിവസം മുൻപാണ് ഈ വാടക കിട്ടാത്ത പ്രശ്നം ഉൾപ്പെടെ അവർ ഉന്നയിച്ചത്. ഇപ്പോൾ എന്താണ് പ്രതിഷേധത്തിന് കാരണം രാഹുൽ? ജില്ലാ ഭരണകൂടം നൽകിയ യാതൊരു ഉറപ്പും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന പരാതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ ആ ദുരന്തമുണ്ടായ സ്ഥലത്താണ്, ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ്. കുമ്പൻപാറയ്ക്ക് സമീപം ലക്ഷൻ വീട് ഉന്നതിക്ക് സമീപമായിരുന്നു വലിയ മണ്ണിടിച്ചിലുണ്ടായത്. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ 27 കുടുംബങ്ങളാണ് ഈ ദുരന്ത ബാധിതരായിട്ട് മാറിയിരിക്കുന്നത്. അതായത് അവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നുള്ളതായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ അവരുടെ പുനരധിവാസം പൂർണ്ണമായിട്ടും പാളി എന്ന് വേണം പറയാൻ. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്തില്ല. ഈ ദേശീയപാത അതോറിറ്റി അതുപോലെ തന്നെ ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയോ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 4 മാസമായിട്ട് ഇവർക്ക് വാടക വീടുകളിലേക്ക് മാറാൻ പറഞ്ഞിരുന്നു. വാടക പോലും കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്ന പരാതി. എന്തായാലും അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകാതെ എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ വന്നേ? എനിക്ക് വാപ്പച്ചീന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് ആ സങ്കടം കണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്കൂളിൽ പോവാതെ സമരത്തിന് വന്നിരിക്കുന്നത്. സാറുമാരൊക്കെ പറഞ്ഞ് പറ്റിച്ചോ? ആ പറ്റിച്ചു. ഇതിപ്പോ കുറെ നാളായിട്ട് ഞങ്ങൾ പറ്റിക്കാൻ തുടങ്ങിക്കോ. ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങൾ പറ്റിക്കുന്നത്? ഇനി ഈ മണ്ണ് ഇടിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊരു അറിവുമില്ല. ഇടിഞ്ഞാലും ശരി ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. പൈസ കിട്ടണ വരെ ഞങ്ങൾ ഇരിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടേക്ക് പലർക്കും പൈസ വേണം. മാത്രമല്ല ഇവിടുത്തെ പലർക്കും ഭയങ്കര വിഷമമുണ്ട്. ഈ ഞങ്ങൾക്ക് ഇവര് അന്ന് പറഞ്ഞു ഇവിടെ നിന്ന് മാറണം, ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഇപ്പം പറയാ ഇവിടേക്ക് വരാം. എനിക്കറിയാം ഇവർക്കിപ്പോൾ ഞങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് വീട് കിട്ടാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം ലഭിക്കേണ്ട ആളുകളുടെ പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പരാതിയായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.